ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ 2016 ഇറങ്ങിയ ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു മൂവി കൂടിയാണിത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിനിമയിൽ ഓപ്പണിങ്ങിലായിട്ട് തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. അവൻ്റെ പേരാണ് അയാൻ. അയാനെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അവനൊരു സിംഗറാണ്. 4 സോങ്സ് പാടിയിട്ടുണ്ട്. ഈ 4 സോങ്സും വളരെയധികം ഹിറ്റായിട്ടുള്ള സോങ്സാണ്. ഇത് സിനിമാ സോങ്സ് ഒന്നുമല്ല. ഇത് സബ എന്ന് പറയുന്ന ഒരു പോയട്രിയുടെ പോയംസാണ് പാടിയിട്ടുള്ളത്. ഇത് 4 ഒരു വൺ സൈഡ് ലവിനെ കുറിച്ചുള്ള സോങ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, സഫയും ഞാനും ഒരു ടൈമിൽ റിലേഷൻഷിപ്പിലായിരുന്നു, എന്നാൽ ഇപ്പോഴേ അതൊന്നുമില്ല, എനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഥ പറയാനായിട്ട് അവൻ തുടങ്ങുകയാണ്. ഫ്ലാഷ് ബാക്കിൽ അയാൻ ഒരു പാർട്ടി എൻജോയ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൻ അലീഷ എന്നൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കാണുമ്പോൾ തന്നെ വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അവരൊരു ഫിസിക്കൽ റിലേഷനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരുമ്പം തന്നെ നമ്മുടെ അയാൻ അത് കുളമാക്കുന്നുണ്ട്. അപ്പോൾ അലീഷ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും അലീഷ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അയാൻ അവളെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഫോളോ ചെയ്യുമ്പോൾ അലീഷ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അയാൻ പറയുകയാണ്, എനിക്കിവിടെ ഫ്രണ്ട്സായിട്ട് ആരും തന്നെ ഇല്ല, അറിയാവുന്നവരായിട്ടൊന്നും ആരുമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, നിൻ്റെ പേരൊന്ന് പറയുമോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എൻ്റെ പേര് അലീഷ, എൻ്റെ കുടുംബത്തിൽ 4 പെൺകുട്ടികളാണുള്ളത്, 4ാമത്തെ ആളാണ് ഞാൻ, എന്നെ വീട്ടിൽ ആർക്കും തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ലണ്ടനിൽ വന്ന് ഇവിടെ താമസിക്കുന്നതെന്നൊക്കെ അവൾ പറയുന്നു. എന്നിട്ട് അലീഷ അവനോട് പറയുകയാണ്, നീ തീർച്ചയായിട്ടും ഏതെങ്കിലും റിച്ച് ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ പറയുന്നുണ്ട്, അതെ, 2 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നെ വിട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഞാനിപ്പോൾ പിണങ്ങിയിട്ടാണ് ലണ്ടനിലേക്ക് വന്നതെന്നും പറയുന്നുണ്ട്. ശരി, നീ ലണ്ടനിൽ എന്ത് ചെയ്യുന്നുവെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ MBA പഠിക്കാനായിട്ടാണ് ഇവിടെ വന്നത്, എനിക്ക് മ്യൂസിക്കിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു നല്ല സിംഗർ ആവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ശരി, നീ എന്താണ് ചെയ്യുന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ യോഗ ക്ലാസ്സൊക്കെ ചെയ്യും എന്ന് പറയുന്ന സമയത്ത് അവൻ അവളുടെ കയ്യിലൊരു ടാറ്റു ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ അലി എന്ന് പേരെഴുതിയിട്ടുണ്ട്. അലി ആരാണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, അലി എൻ്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ സംസാരിക്കുന്നു. കോളേജിൽ വെച്ചാണ് ഞങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവൻ്റെ പാഷൻ DJ ആണെന്നും പറഞ്ഞ് അവൻ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ഇപ്പം ലണ്ടനിൽ വന്നതിന് ശേഷം എനിക്ക് പുതിയ ബോയ് ഫ്രണ്ടൊക്കെ ആയി ശേഷം ഞാൻ അവനെ അങ്ങനെ ആലോചിക്കാറേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൻ പറയുന്നുണ്ട്, എന്നാലും നിനക്ക് അവനെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നല്ലോ, നീ മറന്നിട്ടൊന്നുമില്ല എന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നു, നിൻ്റെ ബോയ് ഫ്രണ്ടിനേക്കാളും എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ളതെന്നൊക്കെ അവൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരി, എങ്കിൽ നമ്മുടെ 2 ആളുകളെയും കൂട്ടിയിട്ട് വരാം, നമുക്കൊരു സ്ഥലത്ത് കൂടാമെന്നും പറയുന്നുണ്ട്. ഇപ്പം നല്ല ഹാങ് ഓവർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ ഏതാ സ്ഥലത്ത് നിൽക്കുന്നതെന്നും ഓർമ്മയില്ല. അവൻ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവർ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയാൻ്റെ ഗേൾ ഫ്രണ്ടിനെ അലീഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ ആറ്റിറ്റ്യൂഡൊന്നും അവൾക്ക് തീരെ പിടിക്കുന്നില്ല. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ, ഇപ്പം വെളിയിലിട്ടൊക്കെ ടൂറ് പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അലീഷ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീഷയുടെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകാം, നിനക്ക് സിനിമയൊക്കെ വളരെയധികം ഇഷ്ടമല്ലേ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീഷ പറയാണ്, ഞാൻ അടുത്തിടയ്ക്കൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു പയ്യൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ട് നല്ല പണക്കാരനായിട്ടുള്ള ആ പയ്യനെ സ്നേഹിച്ച് അവൻ്റെ കാശൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മളുടെ അയാൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇവൾ പറയുന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന വൈൻ എടുത്തിട്ട് നേരെ അലീഷയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അലീഷ പറയുകയാണ്, നീ ഒരു മണ്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം നീ ഒരു വലിയ മണ്ടിയാണെന്ന് കാണിച്ച് ആരെങ്കിലും കറുത്ത ഡ്രസ്സിലേക്ക് വൈൻ എടുത്ത് ഒഴിക്കുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന വൈൻ ബോട്ടിലെടുത്തിട്ട് അവിടെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അവളാണെങ്കിൽ വൈറ്റ് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ ദേഹത്തേക്ക് ഫുള്ള് ഒഴിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അലീഷ അയനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് അവൾ വന്ന് സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് അവനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അയനാണെങ്കിൽ അവിടെ ചെന്ന് നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവൻ പറയാണ്, ഡാൻസിലേക്കായിട്ടിലും നന്നായിട്ട് ഞാൻ പാട്ട് പാടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ശരി, ഒരു പാട്ട് പാടാനായിട്ട് അവൾ പറയുകയാണ്. അങ്ങനെ അവൻ നന്നായിട്ടൊരു പാട്ടൊക്കെ പാടുകയാണ്. പക്ഷേ അവൾ പറയുന്നുണ്ട്, നിൻ്റെ ഈ പാട്ടിൽ ഒരു ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും തന്നെ ഇല്ല എന്നും അവൾ പറയുന്നു.
അടുത്ത സീനിലായിട്ട് അലീഷ നമ്മുടെ അയാനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് നമുക്കൊരു പാർട്ടിക്ക് പോകാം, ഇത് വളരെ വ്യത്യസ്തമായിട്ടൊരു പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവൻ്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവിടെ വരുന്നു. അങ്ങനെ പാർട്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവർ അവരുടെ ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയൊക്കെ നോക്കുന്ന സമയത്ത് അവരൊന്നിച്ച് നിന്ന് കിസ് ചെയ്തതായിട്ട് കാണുന്നത്. ഇത് കാണുമ്പോൾ അയാൻ ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അവിടെ നിന്ന് അലറി കരയുകയാണ് ചെയ്യുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ആയിഷയും അയാനും തമ്മിൽ ഇതേപോലൊരു റിലേഷനായാലും ഉണ്ടായിരുന്നു. അവർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അവർക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. ശരി, നമുക്ക് കഥയിലേക്ക് തന്നെ പോകാം. അയാനാണെങ്കിൽ ഒരു തരത്തിൽ കരച്ചിൽ നിർത്തുന്നില്ല. ആലിഷ അവനെ സമാധാനിപ്പിക്കാനായിട്ട് കുറേ തവണ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കരച്ചിലൊന്നും തന്നെ നിർത്തുന്നില്ല. അവൻ തറയിൽ കിടന്നൊക്കെ കരയാണ്. ഇപ്പോൾ അവൾ വലിയൊരു കല്ലെടുത്തിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വെച്ചിട്ട് പറയുന്നു, ഇപ്പം നിനക്കൊരു നല്ല വെയിറ്റ് പോലൊക്കെ തോന്നുന്നില്ലേ, ഇതാണ് യഥാർത്ഥ പ്രണയം, അല്ലാതെ നീ കിടന്ന് കരയുന്നതൊന്നുമല്ല യഥാർത്ഥ ലോകം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് അയാനാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ബ്രേക്കപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ആലിഷയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നമുക്ക് പാരീസിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ, നമ്മുടെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചും ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയാൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ അവരങ്ങനെ പാരീസിലേക്ക് ചെന്നിറങ്ങുകയാണ്. അങ്ങനെ അവർ പാരീസിൽ ചെന്നിറങ്ങിയ ശേഷം ഫുള്ള് അവിടെ നടന്ന് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ അയാൻ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരു ഫ്രണ്ടിനെ പോലെ എന്ന് പറയുന്നുണ്ട്. അവൻ ഒരു നിമിഷം ഒന്ന് സ്ട്രക്ക് ആവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ സ്കൂൾ കാലം മുതലേ തന്നെ ഞാൻ അധികം ആളുകളോടൊന്നും അങ്ങനെ അടുത്ത് ഇടപഴകാറില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടറിന് ഒത്ത ഒരാളെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ നിന്നെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൾ പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് ഒരുപാട് നാളിങ്ങനെ നിൽക്കാൻ പറ്റും, പക്ഷേ ലവ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇപ്പോഴും നമ്മൾ അനുഭവിച്ചതും അത് തന്നെയല്ലേ, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ തുടരാമെന്നും അവൾ പറയുകയാണ്. അടുത്ത ദിവസം അങ്ങനെ അവരവിടെ വെച്ചൊരു പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ ആ പാർട്ടിയിൽ വെച്ച് അലീഷ അലിയെ കാണുകയാണ്. അതായത് അവളുടെ ആദ്യത്തെ ലവറിലെ ഡി ജെ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഡി ജെ കണ്ടക്ട് ചെയ്തത് അവനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. നേരെ ഹോട്ടൽ റൂമിൽ പോയിട്ട് അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാനോട് പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം, ഞാൻ ആരെയാണ് ഇതുവരെ കാണരുത് എന്ന് ആഗ്രഹിച്ചത് അവനെയാണ് ഞാനിന്ന് കണ്ടിരിക്കുന്നത്, എനിക്കിവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അയാൻ പറയുന്നുണ്ട്, ശരി എന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരുടെ പൈലറ്റിനെയൊക്കെ വിളിച്ച് കോൾ ചെയ്ത് പറയുകയാണ് പോകാൻ റെഡി ആയിക്കോളെ. അങ്ങനെ ഇവർ ഇറങ്ങി വെളിയിലേക്ക് വരുമ്പം അവിടെ അലി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അലി വന്ന് അലീഷയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ അയാൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, നീ സംസാരിക്കണ്ട, മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അലി അവനോട് ചൂടാവുകയാണ്, നീ ആരാടാ ഞങ്ങളുടെ ഇടയിൽ വരാനായിട്ട്, മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീഷ പറയുകയാണ്, ശരി നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് പറയുന്നുണ്ട്. അലി വന്ന് കുറേ നേരം അവളോട് സംസാരിക്കുന്നുണ്ട്. നിന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ചെയ്തത് വളരെയധികം തെറ്റാണ്, ഞാൻ എൻ്റെ പാഷൻ തേടിപ്പോയി, പക്ഷേ ഞാനിപ്പോൾ അതിലൊരു സക്സസ് ആയിട്ട് മാറിയിരിക്കുകയാണ്, എനിക്ക് നിന്നെ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല, എൻ്റെ കൂടെ വേണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ അയാൻ വന്നിട്ട് അലീഷയോട് പറയുകയാണ്, നമുക്ക് പോകാൻ സമയമായി, പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീഷ പെട്ടെന്ന് അവനോട് പറയുകയാണ്, നീ പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ എന്താണെന്ന് കാര്യമൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൻ പിന്നെ എടുത്ത് പറയുകയാണ്, നീ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനിനി അലിയുടെ കൂടെ നിൽക്കാൻ പോവുകയാണ് എന്ന് അവനോട് പറയുന്നുണ്ട്. അവനാകെ വിഷമമായി. അങ്ങനെ നമ്മുടെ അയാൻ ഒറ്റയ്ക്ക് തിരിച്ച് ലണ്ടനിലേക്ക് വരികയാണ്. അവിടെ എത്തുമ്പോൾ അവനൊരു കോൾ വരുന്നുണ്ട്. അത് നമ്മളുടെ അലീഷയുടെ കോളാണ്. അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അലിയുടെ കൂടെ ഉള്ളത്, ഞങ്ങളിപ്പോൾ ലക്നൗവിലുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അയാൻ അവളോട് ഒരുപാട് ചൂടാവുന്നുണ്ട്. ഞാൻ എത്ര കോൾ വിളിച്ചു നിന്നെ, എത്ര മെസ്സേജ് അയച്ചു, നീ ഒന്നിനും എനിക്ക് റിപ്ലൈ തന്നില്ലല്ലോ എന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ മാരേജ് ഉറപ്പിച്ചു, ഞങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ്, ഞാൻ വീട്ടിൽ പറഞ്ഞു, പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ആരും തന്നെ വരില്ല, എനിക്ക് വേണ്ടിയിട്ട് നീ വരണമെന്ന് അവനോട് പറയുകയാണ്. ഞങ്ങളിപ്പോൾ ഇന്ത്യയിലാണുള്ളത്, നീ വരണമെന്നും പറയുന്നുണ്ട്. ശരി, ഞാൻ വരാമെന്നും അവൻ പറയുകയാണ്. അവൻ വളരെ വിഷമത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഫംഗ്ഷനിൽ വെച്ച് അവൻ വളരെ മനോഹരമായിട്ട് ഫീലിങ്സോട് കൂടി തന്നെ ഒരു പാട്ടും പാടുകയാണ്. ഇപ്പോഴാണ് കേട്ടോ ചന്ന മേരയ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, ആ സോങ് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ആ സോങ് വളരെ ഫീലിങ്സോട് അവളെ നോക്കി അവൻ പാടുന്നുണ്ട്. അതിനുശേഷം അവൾ അവനെ തനിച്ച് കൂട്ടിയിട്ട് പോയിട്ട് പറയുന്നുണ്ട്, എന്തായാൽ ഇത്ര മനോഹരമായിട്ടാണോ നീ പാട്ടൊക്കെ പാടുന്നതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനുടനെ വളരെ ഫീലിങ്സോട് പറയുകയാണ്, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ്, ഞാൻ ഈ പാട്ട് പാടിയത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഐ ലവ് യു എന്നും പറയുകയാണ്. എന്നിട്ട് അവളപ്പോൾ അവിടെ കരയുകയാണ്, എന്താണ് നീ പറയുന്നത്, ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ അവിടെ കിടന്നിട്ടൊരു ചെടി എടുത്ത് അവൻ്റെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഫീലിങ്സാണ് ഇപ്പോൾ എനിക്കുള്ളത്, അതായത് ട്രൂ ലവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ. അതിനുശേഷം അവനവിടെ നിന്ന് തിരിച്ച് മടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ അലിയുടെയും ആയിഷയുടെയും കല്യാണവും അവിടെ വെച്ച് നടക്കുന്നുണ്ട്.
അങ്ങനെ അയാൻ തിരിച്ച് എയർപോർട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് ഒരു ലേഡി ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വന്ന് അവൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലേഡി അവനോട് ചോദിക്കുകയാണ്, ഇത് നമ്മുടെ ഐശ്വര്യ റായ് ആണ് കേട്ടോ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലേഡി അവനോട് ചോദിക്കുകയാണ്, ഇത്രയും സീറ്റ് ഉണ്ടായിട്ടും നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തനിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നോട്ടെ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ശരി, നിങ്ങളുടെ പേരൊന്ന് പറയുമോ എന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ പേര് സബ എന്നാണ്, ഞാനൊരു റൈറ്ററാണ് എന്ന് പറയുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ വിയറ്റ്നാമിലേക്കാണെന്ന് അവൾ പറയുന്നുണ്ട്. ദുബായ് വഴിയാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, നിൻ്റെ ഫീലിങ്സിനെ നീ കൺട്രോൾ ചെയ്യാതെ, നിൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം നിനക്കുള്ള ഫീലിങ്സ് എല്ലാം കരഞ്ഞു തീർക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങനെ അടുപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അവൻ്റെ കഥകളെല്ലാം തന്നെ അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സബ അവനോട് പറയുകയാണ്, ഞാൻ എഴുതിയൊരു ബുക്കാണിത്, നീ ഇത് വായിക്കണം, നിൻ്റെ വിഷമങ്ങളെല്ലാം ഇതിലൂടെ മാറും, അതുകൊണ്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിലെൻ്റെ നമ്പർ ഉണ്ടാവും, നീ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു 2 മാസങ്ങൾക്ക് ശേഷം നമ്മളുടെ അയാൻ അവളെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പം വിയറ്റ്നാമിലുണ്ട്, നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി, 8 മണിക്ക് ഒരു സ്ഥലം അവൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവിടേക്ക് വരാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ പതിയെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം നമ്മളുടെ സഭ അവനോട് പറയുകയാണ്, ഞാനൊരു ഡിവോഴ്സായ പെൺകുട്ടിയാണ് എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ ഡിവോഴ്സ് ചെയ്തതെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. നമുക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രം മതി, ലവ് ഒന്നും നമുക്കിടയിലേക്ക് വരരുത്, അത് വളരെയധികം പ്രശ്നമുണ്ടാക്കും, ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ, എപ്പോൾ ഉണ്ടെങ്കിലും ഇട്ടേച്ച് പോകാമെന്നുള്ളൊരു രീതിയിൽ തന്നെ പോയാൽ മതി എന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അയാൻ അവനോട് പറയുകയാണ്, നിങ്ങൾ എഴുതിയ കുറേ പോയംസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ഒരു സിംഗിങ് ആയിട്ട് യൂസ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കുറേ ബാൻഡൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് കുറേ പാട്ടൊക്കെ പാടാനായിട്ട് തുടങ്ങുകയാണ്. ശേഷം നമ്മുടെ സഭ അവളുടെ പഴയ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അയാളുടെ ഒരു എക്സിബിഷനിലേക്ക്, അവരൊരു പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, ആ ഒരു എക്സിബിഷനിലേക്ക് അയാനെയും കൂട്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ പഴയ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാറൂഖ് ഖാനാണ് കേട്ടോ. അപ്പോൾ ആ എക്സിബിഷനിൽ പോകുമ്പം അവരുടെ ഹസ്ബൻഡിനെ കണ്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയാനെ കണ്ടപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കണ്ട ഉടനെ തന്നെ ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാറെന്ന്, എനിക്ക് ഒരു അവസരം പോലും തരാതെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഞാനിപ്പോഴും സഭയെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, അപ്പം അവളുടെ കൂടെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമോ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അയാൻ ചോദിക്കുകയാണ്, സാർ താങ്കൾക്ക് വളരെയധികം വിഷമമാവില്ലേ ഇങ്ങനെ ഒരു വൺ സൈഡ് ലവ് കൊണ്ട് നടക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇത് ഏറ്റവും വലിയൊരു ലവ് തന്നെയാണ്, കാരണം വൺ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഫീലിങ്സൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയായിട്ട് ഇതൊരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളുടെ കയ്യിൽ തന്നെ ഒതുങ്ങി തന്നെ ഇരിക്കും. ഇത് എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, വൺ സൈഡ് ലവ് ഞാനില്ലാതായാൽ പോലും അത് എന്നിൽ തന്നെ ഉണ്ടാവും, അതൊന്നും സത്യമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷനോടെ അവനെ സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവൻ എന്തോ കാര്യം ആലോചിക്കുകയാണ്. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഉടൻ തന്നെ ആലിഷയെ ഫോൺ ചെയ്യുന്നു. അങ്ങനെ അവളെ ഫോൺ ചെയ്ത് അവൻ ചോദിക്കുകയാണ്, നിൻ്റെ മാരേജ് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. ശരി, ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു, നിന്നേക്കാൾ വളരെയധികം സുന്ദരിയാണ് അവൾ, ഒരു പാവക്കുട്ടിയെ പോലെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് സന്തോഷമായോ എന്ന് അവളോട് ചോദിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, നീ വളരെയധികം എൻജോയ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ പരസ്പരം അവർക്കിടയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൾ പറയുന്നുണ്ട്, ഞാനിതുപോലെ വിയറ്റ്നാമിലെത്തി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ശരി എങ്കിൽ ഈ ഒരു ഡിന്നറിന് വരാനായിട്ട് അവളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഡിന്നറിൽ വെച്ച് നമ്മുടെ സഭയുടെ കൂടെ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് അവിടെ മുന്നിൽ അവളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവനതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഭ ആലിഷയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പയ്യനെ എങ്ങനെ കളയാനായിട്ട് തോന്നിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ശരിയാണ്, അവൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ അവൻ വളർന്ന ഒരു കൊച്ചിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എനിക്കത് പറ്റില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആലിഷ പോകാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അയാൻ വന്ന് സംസാരിക്കുകയാണ്, നിനക്ക് എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോലും നിനക്ക് എന്താണ് ദേഷ്യമൊന്നും തോന്നാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരു ഫ്രണ്ടെന്ന് ഉള്ള ഒരു ഇഷ്ടം തന്നെ, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല എന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൻ റൂമിലേക്ക് തിരിച്ചു വന്ന് സഭയെ കാണുമ്പോൾ സഭ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലവ് ഒന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും
അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നീ ആലിഷയെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി, ഒരിക്കലും അവളുടെ കൂട്ട് നീ എന്നെ സ്നേഹിക്കുകയില്ല. നീ എന്നെ കൺവിൻസ് ചെയ്യാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്, ഇത് ഇവിടത്തോടു കൂടി അവസാനിക്കണം, എനിക്ക് പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. ശേഷം അവൻ കുറേ പാട്ടൊക്കെ പാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടും വരുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു ഫേമസ് സിംഗറായിട്ടൊക്കെ മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൻ ലണ്ടനിൽ ഒരു കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഡി ജെ അലിയില്ലേ, അയാളെ കാണാനായിട്ടൊരു അവസരം ഉണ്ടായി. പക്ഷേ ഇവൻ കണ്ടില്ല എന്ന് നടിക്കുന്നു. എന്നാൽ ഡി ജെ അലി അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ആലിഷയെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, കഴിഞ്ഞ 2 വർഷമായിട്ട് അവൾ എന്നെ പിരിഞ്ഞു പോയിട്ട്, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ലണ്ടനിലുണ്ട് എന്നൊക്കെയാണ് ഞാൻ അറിയാൻ സാധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടൻ തന്നെ അവൻ നേരെ ഓടി നമ്മുടെ ആയിഷയുടെ പ്രിയപ്പെട്ട ഒരു സ്പോട്ട് ഉണ്ടായിരുന്നല്ലോ, അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം അവൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ ഓടി വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ഇത്രയും നാളും വരായിരുന്നത്? ഞാൻ 2 ദിവസം ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു, അറിയുമോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അവൾ മുട്ടയടിച്ചതായിട്ട് അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ മുട്ടയൊക്കെ അടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവൻ വളരെയധികം വിഷമിച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ അവൾ അവനെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ്. ശേഷം അവൻ നേരെ പോയിട്ട് അവനും മുട്ടയടിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവളെ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ അയാനാണ്. അങ്ങനെ അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് വരികയാണ്. അവളെന്നാൽ അവനെ തട്ടി വിടുകയാണ്. ഉടനെ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? ഞാൻ നിൻ്റെ കൂടെ കിടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ ലവ് ആണ് ഞാൻ ഈ എക്സ്പ്രസ് ചെയ്യുന്നതെന്നൊക്കെ അവൻ പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും തന്നെ നിന്നോട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഇതെന്തൊക്കെ നീ എന്താണ് കണ്ടില്ല നടിക്കുന്നത്? ആ അലിക്കില്ലാത്തത് എന്താണുള്ളത്? എന്നെക്കാളും എന്താണ് അവനുള്ളതെന്നൊക്കെ ഇവ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അധികം നാളിനി ജീവിച്ചിരിക്കില്ല, അതുവരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നീ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ കുറേ പറയുകയാണ്, അതിനുള്ളിൽ ഒരു വട്ടമെങ്കിലും നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൂടി എന്ന് ചോദിക്കുന്നു. അവൾ പറയുകയാണ്, എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. പിറ്റേന്ന് രാവിലെ അവൻ വന്ന് അവിടെ നോക്കുമ്പോൾ അവളവിടെ ഇല്ല. അവളൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ ലെറ്ററുള്ളതെന്ന് പറഞ്ഞാൽ അവൾക്ക് അവിടെ വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടേക്ക് പോകുകയാണ് എന്നാണ് ആ ലെറ്ററിലുള്ളത്. അങ്ങനെ അവൻ ഓടി എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് പെട്ടെന്ന് അവിടേക്ക് എത്താനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ അവ എയർപോർട്ടിൽ എത്തുന്ന സമയത്താണ് അവ അറിയുന്നത് 20 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് കാണാൻ സാധിച്ചില്ല. അവൻ പെട്ടെന്ന് അവളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അവനാകെ വിഷമമാവുകയാണ്. അങ്ങനെ അവൻ വെളിയിൽ നിന്നിങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് നിന്നൊരു കോൾ വരികയാണ്. ആ കോളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവൾക്ക് സീരിയസ് ആണ്, അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ അവളെ കൊണ്ടുവരുമ്പോൾ അവൾ അവനോട് സംസാരിക്കുകയാണ്, ക്യാൻസറിൽ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മനസ്സിലായോ എന്ന്. എന്തെന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ അസുഖമൊന്നും തന്നെ ഇല്ല, പക്ഷേ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇത് അവൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ തുടക്കത്തിൽ കാണിച്ചില്ലേ, അതേപോലെ നമ്മളുടെ അയാൻ്റെ ഇൻ്റർവ്യൂ ആണ് ഇത്രയും നേരം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ ഇവിടെ അവസാനിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇതിനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഇൻ്റർവ്യൂ കഴിയുന്നത് കൂടി തന്നെ അവൾ ജീവിച്ചിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിച്ചേക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള മൂവീസിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക, നമുക്ക് ആ വീഡിയോസ് ചെയ്യാവുന്നതാണ്.